ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് ആലക്കോട് ഫൊറോനയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ ജാഥ നടത്തി. അങ്കമാലി എളവൂർ മാളിയേക്കൽ കുടുംബാംഗമായ സിസ്റ്റർ പ്രീതി, കണ്ണൂർ തലശ്ശേരി ഉദയഗിരി സ്വദേശി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്തത്. ആലക്കോട് ഫൊറോനയുടെയും AKCCയുടെയും നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ജാഥയിൽ നിരവധി ഭക്തസംഘടനകളും പങ്കെടുത്തു. ഇന്ന് ഫൊറോനയിലെ വിവിധ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടക്കുക. AKCC, അതുപോലെ തന്നെ KCYM, ക്രെഡിറ്റ് യൂണിയൻ, ഇങ്ങനെയുള്ള വിവിധ സംഘടനകൾ, വിൻസെൻ്റ് ഇപ്പോൾ അഭിനയ പിതാവ് രാഷ്ട്രീയ നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല നേതാക്കന്മാരും ഈ രംഗത്ത് സഹകരിക്കുകയും അവർക്ക് കഴിയുന്ന രീതിയിൽ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നിന്ന് ഉദയഗിരിയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ഇരിക്കൂർ MLA ശ്രീ സജീവ് ജോസഫും സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. സിസ്റ്റർ വന്ദനയുടെ സഹോദരങ്ങളും അവരോടൊപ്പം ഉണ്ട്. ഞാൻ AKCCയുടെ ആലക്കോട് മേഖല പ്രസിഡന്റ് ബേബി കോയിക്കൽ. 2 ദിവസം അറസ്റ്റിലായ സിസ്റ്റർ വന്ദനയും പ്രീതയും, അതിൽ വന്ദന സിസ്റ്റർ എൻ്റെ നാട്ടുകാരിയാണ്, ഉദയഗിരിയിൽ. അവരുടെ അറസ്റ്റിനെ നമ്മൾ കത്തോലിക്ക സഭ വളരെ ഗൗരവത്തിലാണ് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഉത്തരേന്ത്യയിലടക്കം നിരവധി മിഷണറിമാരാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ MLA പോലും പറഞ്ഞിരിക്കുന്നത് മിഷണറിമാരെ ഒരാളെ കൊല്ലുന്നതിന് പാരിതോഷികം പോലും പ്രഖ്യാപിച്ച ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ പോലും ക്രൈസ്തരെ ആക്രമിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വളരെ മൗനമാണ് പാലിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തേണ്ടത് വളരെ ആവശ്യകതയാണ്. ഈ സിസ്റ്ററിൻ്റെ മോചനം, അത് അതുരദേവ സംഘത്ത് കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ അവരെ അകാരണമായി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ കത്തോലിക്ക സഭയും AKCC വളരെ ശക്തമായി അതിൽ പ്രതിഷേധിക്കുന്നു. ഞാൻ ഫാദർ തോമസ് വട്ടംകാട്ടേൽ, ആലക്കോട് ഫൊറോനയുടെ AKCCയുടെ ഡയറക്ടറായിട്ട് ഇപ്പോൾ സേവനം ചെയ്യുകയാണ്. ആദ്യ നാളുകളിൽ മുതൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള സേവന ശുശ്രൂഷകളുമായിട്ട് കടന്നു ചെല്ലുന്ന ക്രൈസ്തവരായിട്ടുള്ള സിസ്റ്റേഴ്സിനെയും പുരോഹിതരെയും കണ്ടതാണ്. അവരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങളാണ് പലപ്പോഴും താഴേക്കിടയിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സമൂഹത്തിന് മുൻപോട്ട് കൈപിടിച്ച് നയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള സേവനങ്ങളെയും ആതുര ശുശ്രൂഷകളെയും കേവലമൊരു മതേതര രാഷ്ട്രത്തിൽ മതപരിവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുവാനും അവർക്കെതിരെ നടക്കുന്ന കൊടും ക്രൂരതകളെക്കുറിച്ചും എല്ലാം നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 2 സിസ്റ്റേഴ്സിന് വേണ്ടി, 2 കന്യാസ്ത്രീകൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുക. മറിച്ച് ഇന്ന് തുറങ്കിലടയ്ക്കപ്പെട്ടിരിക്കുന്നത് മതേതര രാഷ്ട്രമായ ഇന്ത്യ മഹാരാജ്യമാണെന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് ടോമി കനയെങ്കിൽ. ഞാൻ തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. നമുക്കറിയാം, നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ വിഭാഗത്തിനും എതിരില്ല, മറിച്ച് നമ്മളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടുവാനുള്ള തയ്യാറെടുപ്പുമായാണ് നമ്മൾ കത്തോലിക്ക കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം എന്ന രീതിയിൽ ഈ കന്യാസ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കുവാനും അവരെ വേണ്ട രീതിയിൽ സംരക്ഷിക്കാനും ആവശ്യമായ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപത പ്രസിഡൻ്റാണ്. വളരെ ദുഃഖകരവും ഖേദകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഈ രാജ്യത്തുടനീളം കേൾക്കുന്നത്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റാണ് ഉടനടി ഇടപെട്ട് ഈ സിസ്റ്റേഴ്സിനെ വെളിയിലെത്തിച്ചില്ലെങ്കിൽ അത് രൂക്ഷമായ പ്രത്യക്ഷ സമര പരിപാടികളുമായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കത്തോലിക്ക കോൺഗ്രസ് നടത്തും. അതുമാത്രമല്ല, വേണ്ടി വന്നാൽ പാർലമെൻറ്റിലേക്ക് വേണമെങ്കിലും കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തുകയും ചെയ്യും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ ഇടവകയിലോ എവിടെയാണേലും നമ്മുടെ സന്യാസിനിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് ആരും തന്നെ കാണുന്നില്ല. അതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഉദാഹരണമായിരുന്നു നമ്മുടെ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം, താഴേക്കിടയിൽ കടന്നവരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് വിദ്യാഭ്യാസവും അടിയന്തരമായിട്ടുള്ള സഹായമൊക്കെ ചെയ്തു വന്ന്
അവരെ ഒരു സാധാരണക്കാരുടെ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നത് അവിടുത്തെ ആ ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രമുഖരായിട്ടുള്ള ആ വ്യക്തികൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതാണ് ആ സിസ്റ്ററിനെ മരണത്തിലേക്ക് പോലും നയിച്ചതെന്ന് നമുക്കറിയാം. അത്തരത്തിലുള്ള സേവനങ്ങളാണ് പലപ്പോഴും നമ്മുടെ സിസ്റ്റേഴ്സ് എല്ലാം നമ്മുടെ ഇന്ത്യയുടെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തരത്തിലുള്ള ലാഭം ഇവരൊരിക്കലും ഇതിൽ നിന്ന് ഇവരുടെ പ്രവർത്തനത്തിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് കേവലം ഇവരാൽ അവർ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്. അതുതന്നെയാണ് അവരെ ഇന്നും അത്തരത്തിലുള്ള സേവന മേഖലകളിലേക്ക് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും ഇറങ്ങി പുറപ്പെടുവാനായിട്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ പ്രദേശത്തെ സാധാരണക്കാരും അവസരമായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും ആരോഗ്യമേഖലയും സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെ തുടർന്നും ഈ രീതിയിലുള്ള അന്യായ രീതിയിൽ തടങ്കിൽ വെക്കുന്ന പ്രവൃത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തലശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫിലിപ്പ് കവീലച്ചൻ്റെ നേതൃത്വത്തിലും ഞങ്ങളുടെ അതിരൂപത പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് വെളിയത്തിൻ്റെ നേതൃത്വത്തിലും ജനറൽ സെക്രട്ടറിയായ ജിമ്മി ഐത്തമറ്റത്തിൻ്റെ നേതൃത്വത്തിലും ട്രഷറർ സുരേഷ് കാഞ്ഞിരത്തിൻ്റെ നേതൃത്വത്തിലും ഞങ്ങളുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അതിരൂപത സെക്രട്ടറിയായ ജെയിംസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഈ 19 മേഖലയും കണ്ണൂർ, കാസർഗോഡ്, വയനാടിൻ്റെ മേഖലകളായിട്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് ഇതിൻ്റെ ഈ ഒരു വിഷയം അവസാനിക്കും വരെ ഞങ്ങൾ ശക്തമായും സമുദായ അംഗങ്ങളോടൊപ്പവും മിഷണറിമാരോടൊപ്പവും ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ഈ സമയത്ത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മിഷണറിമാരുടെ സമ്പൂർണ്ണമായ സമർപ്പണവും ഉജ്ജ്വലമായ ത്യാഗ ശുശ്രൂഷയുമാണ് ഭാരതത്തെ നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത്. മിഷണറിമാരൊരിക്കലും മതപരിവർത്തനത്തിന് വേണ്ടി നിലനിന്നിട്ടില്ല. നമ്മൾ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുഗ്രാമങ്ങളിൽ വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും അതുപോലെ തന്നെ അവരുടെ ആതുര സേവന രംഗങ്ങൾ വഴിയും പാവപ്പെട്ട മനുഷ്യർക്ക് ചെയ്തു കൊടുക്കാവുന്ന സഹായങ്ങളെല്ലാം ചെയ്ത് അവരെ മനുഷ്യരാക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ് മിഷണറിമാർ ചെയ്യാറുള്ളത്. കേവലം ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരും ചെയ്യുന്നത് ഒരു പരിവർത്തനമായിരുന്നുവെങ്കിൽ ഇന്നും 2% മാത്രം ഒതുങ്ങി നിൽക്കുന്ന ക്രൈസ്തവരെ അല്ല നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. ആദ്യമകാലം മുതൽ ഇവർ മതപരിവർത്തനമായിട്ട് നടക്കുകയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം യഥാർത്ഥത്തിൽ ക്രൈസ്തവരെ കൊണ്ട് നിറയുമായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തെ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇവരുടെ അടിയന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതായിരുന്നു ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മതപരിവർത്തനം എന്ന പേരിൽ, മനുഷ്യക്കടത്ത് എന്ന പേരിൽ ദുരിതമനുഭവിക്കുന്ന വൈദികരെയും സിസ്റ്റേഴ്സിനെയുമൊക്കെ പരിപാലിക്കുവാനും സംരക്ഷിക്കുവാനും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്ര നേതാക്കൾ, ഇതിന് തലപ്പത്തിരിക്കുന്നവരും നിയമസംഹിതകളൊക്കെ വായിച്ച് പഠിച്ചിട്ടുള്ളവരും ഈ സിസ്റ്റേഴ്സിനെയും അതുപോലെ തന്നെ ഇവരുടെ സേവനങ്ങളെയും ഏറ്റവും സുത്യർഹമായ രീതിയിൽ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള സഹായവും സപ്പോർട്ടും ചെയ്യുവാനും അതോടൊപ്പം തന്നെ തറങ്കലിൽ കടക്കുന്ന സിസ്റ്റേഴ്സിന് എത്രയും പെട്ടെന്നുള്ള ഒരു മോചനം ഇവരുടെ ഇടപെടൽ മൂലം എത്രയും പെട്ടെന്ന് സാധ്യമാക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. നിങ്ങൾക്കെതിരെ